നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. വറുത്തരച്ച ചിക്കൻ കറി ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തിക്കൊപ്പം, അതുപോലെ ഇടിയപ്പം, അപ്പം, ഇതിൻ്റെയൊക്കെ ഒപ്പം നമുക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതിനായിട്ട് ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ വറുത്തരച്ചിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള തേങ്ങയായിരുന്നു. അതിൻ്റെ ഒരു മുറി തേങ്ങ. കപ്പിൽ പറയുകയാണെങ്കിൽ ഏകദേശം 3/4 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. അത് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മൂത്ത തേങ്ങയാകുമ്പോഴാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. അതുപോലെ തേങ്ങ ചിരകിയെടുക്കുമ്പോൾ നല്ല പൊടിപൊടിയായിട്ട് ഒരേ വലിപ്പത്തിൽ തന്നെ ചിരകിയെടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യുമ്പം എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള കളർ കിട്ടുള്ളൂ. ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഒരുവിധം വലിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർക്കാനുണ്ട്. അപ്പം അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഇത് ഏലക്കയുടെ കുരു എടുത്തതാണ്. 6 ഏലക്കയുടെ തൊണ്ട് കളഞ്ഞെടുത്തിരിക്കുന്നതാണിത്. പിന്നെ 4 ഗ്രാമ്പു. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റായി വരുന്നത് വരെ, നല്ലൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതായിപ്പോൾ ഇതിന് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയൺ സ്കില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണ്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ പൊടികൾ ഇതിലുള്ള ആ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് മൂത്ത് കിട്ടിക്കോളും. ഇവിടെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികൾ ചേർത്തിട്ട് ഒരു 30 സെക്കൻഡോളം ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും എൻ്റെ പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് ഈ പാനിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഈ പാനിലെ ചൂട് കൊണ്ട് മസാലയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ചൂടാറി കഴിഞ്ഞാൽ മിക്സറി ജാറിലേക്ക് ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇത് നിങ്ങൾ അരയ്ക്കുമ്പം അല്പം പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. തുടക്കത്തിൽ അല്പം പോലും വെള്ളം ചേർക്കരുത്. ഇപ്പം നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പം അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വന്നോളും. ഇനി അങ്ങനെ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഞാനിവിടെ അല്പം പോലും വെള്ളം ചേർക്കാതെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങയുടെ മസാലക്കൂട്ട് റെഡിയായി കഴിഞ്ഞു. നമുക്കൊരു സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. പിന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞെടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റോളം എണ്ണ ഇളക്കി കൊടുക്കാം, അതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് വെന്തുടഞ്ഞ് കിട്ടിക്കോളും. ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും.
ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചിക്കന്റെ കളറൊക്കെ മാറി ഒരു വെള്ള കളറാകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കളറൊക്കെ മാറി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ച തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. മസാല അരച്ചെടുത്ത ജാറൊന്ന് കഴുകി വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റോളം 15 തൊട്ട് 20 മിനിറ്റ് അത്രയും നേരം നമുക്കിത് നന്നായിട്ട് വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 20 മിനിറ്റാണ് ഇത് വേവിച്ചത്. ചിക്കൻ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഗ്രേവി കുറച്ചുകൂടി ഒന്ന് കട്ടി കുറയ്ക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവിയാണ് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കറിയുടെ ഒരു പ്രത്യേകത ഇത് ഒന്ന് ഇരുന്ന് കഴിയുമ്പം വീണ്ടും ഒന്നുകൂടി തിക്കായി വരും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അപ്പം ഞാൻ ഈ ഒരു പാകത്തിൽ തീ ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവിയാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കണ്ടമാനം വെള്ളം ഒഴിക്കരുത്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് താളിച്ച് ചേർക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു 6-7 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ മൂപ്പിച്ചെടുക്കാം. എന്നിട്ടിത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് വിളമ്പാം. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയുടെയൊക്കെ നല്ല മണവും രുചിയൊക്കെ കിട്ടുന്ന നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.